നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മൾ കമ്പോണൻസ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ സ്റ്റെയറിന്റെ ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ ഇതിനകത്ത് ഒരു റെക്ടാംഗിൾ ടൂൾ വെച്ചിട്ട് റെക്ടാംഗിൾ ടൂൾ വെച്ചിട്ട് നമ്മൾ ഒരു റെക്ടാംഗിൾ വരച്ചു. അത് നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ടേക്കുവാണ്. അതിനുശേഷം അത് നമ്മൾ എങ്ങനെയാ ചെയ്യേണ്ടത് ജസ്റ്റ് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ ഈസി ട്രിക്കാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഇങ്ങനെ ചെയ്തിട്ട് മേക്ക് കമ്പോണന്റ് കൊടുക്കാം. കമ്പോണന്റ് നമ്മൾ സ്റ്റെയർ ഇന്റീരിയർ എന്ന് നമ്മൾ പേര് കൊടുക്കുവാണ്. ഇങ്ങനെ പേര് കൊടുത്ത് തന്നെ പോകണം കേട്ടോ. അതിനുശേഷം ഇത് മൂവ് ടൂള് കൊണ്ടിട്ട് തന്നെ ഇങ്ങനെ ഓരോടത്ത് മൂവ് ചെയ്തു. മൂവ് ചെയ്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാനിപ്പോ സ്റ്റെയറിന് ഒരു ഹൈറ്റ് ആയിട്ട് 15 കൂടെ കൊടുത്തു പോവാണ്. ഇതിപ്പോ നമ്മളിപ്പോ കോളംസ് കൊടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നിങ്ങൾ ഇങ്ങനെ കമ്പോണന്റ് കൊടുത്തു പോയി കഴിഞ്ഞാൽ ഭയങ്കര ഈസി ആയിരിക്കും. അതാ 15 എന്നും പറഞ്ഞ് കൊടുത്തു. ഇനി ഇതെടുത്തിട്ട് എഡിറ്റ് കമ്പോണന്റ് എന്ന് പറഞ്ഞ് കൊടുത്ത് ഇത് ചെയ്ത് 15 ആണ് സ്റ്റെയറിന്റെ ഹൈറ്റ് വരുന്നത്. 15 കൊടുക്കുമ്പോഴത്തേക്ക് കണ്ടോ ഒരിടത്ത് എഡിറ്റ് ചെയ്താൽ മതി. ഇനി ഈ സ്റ്റെയറിൽ നമ്മൾ എന്ത് എഡിറ്റ് ചെയ്താലും, ഇപ്പൊ സ്റ്റെയറിന് ചുമ്മാ ഒരു മെറ്റീരിയൽ ഞാൻ കൊടുക്കുവാണ്, ഇങ്ങനെ എന്ത് എഡിറ്റ് ചെയ്താലും എല്ലാ സ്റ്റെയറിലും അത് അപ്ലൈ ആവും എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് കുറച്ചുകൂടെ കൺവീനിയന്റ് ആണ്. അപ്പം എന്റെ 1 മിനിറ്റ് ട്രിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.